Hi everyone. In this lecture I will be explaining the definition of phase modulation and its basic expressions and applications of phase modulation and its waveform. So actually, as we all know, you have studied what is modulation, what is amplitude modulation and frequency modulation, angle modulation, and I have explained earlier phase modulation is a part of angle modulation. Its definition is phase of the carrier wave is varied with respect to the instantaneous amplitude of the message signal. Like amplitude modulation as well as frequency modulation, here we are changing the phase of the carrier signal with respect to the instantaneous amplitude of the message signal. അതായത് നമ്മൾ ഫ്രീക്വൻസി മോഡുലേഷനിലും അതുപോലെ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനിലും പഠിച്ചതുപോലെ തന്നെ നമ്മൾ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനിലാണെങ്കിൽ കാരിയർ വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ആയിരിക്കും വേരി ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ടു ഇൻസ്റ്റൻറ്റേനിയസ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ മെസ്സേജ് സിഗ്നൽ. ബട്ട് ഇൻ ഫ്രീക്വൻസി മോഡുലേഷൻ വി ആർ ചേഞ്ചിങ് ഫ്രീക്വൻസി ഓഫ് ദ കാരിയർ വേവ് വിത്ത് റെസ്പെക്ട് ടു ഇൻസ്റ്റൻറ്റേനിയസ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ മെസ്സേജ് സിഗ്നൽ. അതേപോലെ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഫേസ്, നമ്മൾ കാരിയർ വേവിൻ്റെ ഫേസ് മോഡുലേറ്റിംഗ് സിഗ്നലിൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് ആംപ്ലിറ്റ്യൂഡിനനുസരിച്ചിട്ട് നമ്മൾ വേരി ചെയ്യുന്നു. അപ്പോൾ ആ മോഡുലേഷൻ സ്കീമിനെയാണ് ജനറലി ഫേസ് മോഡുലേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ജനറൽ എക്സ്പ്രഷൻ, അതായത് ഇപ്പോൾ ഒരു കാരിയർ വേവിൻ്റെ ജനറൽ എക്സ്പ്രഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സി ഓഫ് ടി ഈസ് ഈക്വൽ ടു എ സി കോസ് ഒമേഗ സി ടി പ്ലസ് ഫൈ. ഈ ഒമേഗ സി എന്ന് പറയുന്നത് നമ്മളെ ആംഗുലാർ ഫ്രീക്വൻസി ആയിരിക്കും. ഫൈ എന്ന് പറയുന്നത് നമ്മളെ ഇനീഷ്യൽ ഫേസ് ആയിരിക്കും. ഓക്കെ, ഇതിന് നമുക്ക് വേണമെങ്കിൽ എ സി കോസ് ഒമേഗ തീറ്റ എന്ന് വേണമെങ്കിൽ എഴുതാം. ഓക്കെ, ആ തീറ്റ എന്ന് പറയുന്നത് ആക്ച്വലി എന്തായിരിക്കും? ആംഗിൾ ആയിരിക്കും, ടോട്ടൽ ആംഗിൾ ആയിരിക്കും. ഈ ഫൈ എന്ന് പറയുന്നത് ഇനീഷ്യൽ ഫേസ് ആയിരിക്കും. ഓക്കെ, അതിനെ നമ്മൾ മാറ്റി എഴുതി. ഇപ്പം സപ്പോസ് ഇൻ ദ കേസ് ഓഫ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ വി ആർ എം ഓഫ് ടി ഈസ് ദ മോഡുലേറ്റിംഗ് സിഗ്നൽ ആൻഡ് ഇൻ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ we will change AC, that is amplitude of the carrier wave will be varied, and similarly in the case of frequency modulation omega c, that is frequency of the carrier wave will be varied in accordance with the instantaneous value or instantaneous amplitude of the message signal. Similarly we are going to change the phase of the carrier wave with respect to message signal. അതാണ് ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ here I have written an equation here. Theta of t is equal to 2 pi f c t plus kp into m of t. This is what phase modulation. Here theta of t is the angle. Okay, so we can write the modulated wave, that is phase modulated wave. The equation of the phase modulated wave can be written as y of e of t can be written as AC cos 2 pi fct plus kp into m of t. Here you can see that amplitude of the carrier wave will not be changed. Okay, instead this angle can be changed in such a way that 2 pi fct plus there is an initial phase that can be changed as kp into m of t. And here kp, you can see a term kp that is called phase sensitivity, and its unit is radian per volt. So actually this term kp determines the phase modulation, how it will be changed, the variation in the phase of the carrier wave. അതായത് ഈ കെ പി എന്ന് പറയുന്നത് നമ്മൾ ഫേസ് സെൻസിറ്റിവിറ്റി എന്ന് പറയും. അപ്പോൾ ഈ കെ പി വേരിയേഷൻ, കെ പി എത്രത്തോളം നമുക്ക് ഫേസിൽ ഡീവിയേഷൻ, കെ പിൻ്റെ വാല്യൂ കൂടുതലാണെങ്കിൽ ദ ഡീവിയേഷൻ വിൽ ബി ഹൈ, അതുപോലെ തന്നെ വാല്യൂ കുറവാണെങ്കിൽ ചെറിയ ഡീവിയേഷൻ മാത്രമേ ഉണ്ടാകുള്ളൂ. അപ്പം ഈ കെ പി എന്ന് പറയുന്ന ഈ ഫാക്ടർ ആയിരിക്കും നമ്മൾ എത്രത്തോളം ഫേസിൽ വേരിയേഷൻ ഉണ്ട് എന്നത് ഡിറ്റർമിൻ ചെയ്യുന്നത്. അതിൻ്റെ പേരാണ് ഫേസ് സെൻസിറ്റിവിറ്റി. യൂണിറ്റ് റേഡിയൻ പെർ വോൾട്ട് ആയിരിക്കും. And this is the basic definition and basic expression of phase modulated waveform. Kp m of t. അപ്പോൾ ഈ കെ പി അതുപോലെ എം ഓഫ് ടി ഈ വാല്യൂ ആയിരിക്കും നമ്മുടെ ഡീവിയേഷന് ഡിറ്റർമിൻ ചെയ്യുന്നത്. അത് ഈ എം ഓഫ് ടി കൂടുന്ന സമയത്ത്
ഡീവിയേഷൻ കൂടുതലായിരിക്കും, എം ഓഫ് ടി കുറയുന്ന സമയത്ത് ടോട്ടൽ ഡീവിയേഷൻ എന്ന് പറയുന്നത് കുറവായിരിക്കും. അപ്പോൾ ഇതാണ് ബേസിക്കലി നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തത്. നമ്മൾ ഫേസ് മോഡുലേഷൻ വിൽ എക്സ്പ്ലെയിൻ ഇതിനെ നമ്മളിപ്പം പറഞ്ഞത് മുഴുവൻ ഫേസ് മോഡുലേഷൻ, അതുപോലെ അതിൻ്റെ ബേസിക് എക്സ്പ്രഷൻ, പിന്നെ അതിൻ്റെ വേവ് ഫോമാണ്. പിന്നെ നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ്. അപ്പോൾ ഈ 3 പോയിൻറ്റ്സ് ആണ് ആക്ച്വലി മെയിനായിട്ടുള്ള നമ്മുടെ ഫേസ് മോഡുലേറ്റഡ് വേവ് ഫോമിൻ്റെ ആപ്ലിക്കേഷൻ ആക്ച്വലി വിച്ച് ഈസ് യൂസ്ഡ് ഫോർ ട്രാൻസ്മിറ്റിംഗ് റേഡിയോ വേവ്സ്. അതായത് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനും ഫ്രീക്വൻസി മോഡുലേഷനും പോലെ തന്നെ PM വേവ് റേഡിയോ വേവ് ട്രാൻസ്മിഷന് വേണ്ടി വൈഡായിട്ട് യൂസ് ചെയ്യാറുണ്ട്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആപ്ലിക്കേഷൻ ഈസ് ഡിജിറ്റൽ ട്രാൻസ്മിഷൻ, എസ്പെഷ്യലി ഇൻ കോഡിംഗ് സ്കീംസ്. അതായത് വൈഫൈ, GSM പോലുള്ള ഡിജിറ്റൽ മോഡുലേഷൻ സ്കീമിൽ വളരെ വൈഡായിട്ട് യൂസ് ചെയ്യുന്നൊരു മോഡുലേഷൻ സ്കീമാണ് ഫേസ് മോഡുലേഷൻ. പിന്നെ അതുപോലെ തന്നെ വേവ് ഫോം ജനറേറ്റേഴ്സ്, അതായത് സിന്തസൈസേഴ്സ്, വേവ് ഫോം സിന്തസൈസേഴ്സിൽ ചില ടൈപ്പ് ഓഫ് വേവ് ഫോം ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ PM നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതാണ് ബേസിക്കലി ഫേസ് മോഡുലേറ്റഡ് അല്ലെങ്കിൽ ഫേസ് മോഡുലേഷൻ സ്കീമിൻ്റെ ആപ്ലിക്കേഷൻസ്. അപ്പോൾ ഈ സെക്ഷനിൽ നമ്മൾ ഇത്രയാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. ഫസ്റ്റ് വി എക്സ്പ്ലെയിൻഡ് അബൌട്ട് phase modulation, its basic definition and equations, and we explained its waveform. എങ്ങനെയാണ് അത് അതിൻ്റെ വേവ് ഫോം ഉള്ളതെന്ന് എക്സ്പ്ലെയിൻ ചെയ്തു. പിന്നെ നമ്മളിതിൻ്റെ ആപ്ലിക്കേഷൻസുമാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ ഇക്വലൻസ് ബിറ്റ്വീൻ FM ആൻഡ് PM ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും.